വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മഹേന്ദ്ര ബൊലേറോ പിക്കപ്പുകളിൽ AC വന്ന കാര്യങ്ങൾ അറിഞ്ഞാണോ? അതായത് മാക്സ് സീരീസ് വരുന്ന HD സീരീസിലും സിറ്റി സീരീസിലും AC വന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാണോ? ഓൾറെഡി നമ്മൾ 1.3 SXI എന്ന് പറയുന്ന വേരിയൻ്റെ വീഡിയോയും ചെയ്തിട്ടുള്ളതാണ്. അത് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിരിക്കും, ഒന്ന് കയറി കണ്ടു നോക്കുക. അതുപോലെ ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് 1.3യുടെ VXI എന്ന വേരിയൻ്റ്, അതായത് ടോപ്പ് എൻഡ് വണ്ടിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇന്നിപ്പോൾ ഇതിൻ്റെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അതിനകത്ത് എന്തൊക്കെയാണ് SXI അപേക്ഷിച്ച് നോക്കുമ്പോഴുള്ള ഫീച്ചേഴ്സ് അധികമായിട്ട് എന്തൊക്കെയാണ് വരുന്നുള്ളത്, എന്തൊക്കെയുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളൊരു ഗിവ് അവേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ ഐ ബട്ടണിൽ കൊടുത്തിരിക്കുക. അപ്പോൾ അതൊന്ന് കയറി പാർട്ടിസിപ്പേറ്റും കൂടെ ചെയ്യുക. നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ മൊത്തം ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഒന്ന് പറഞ്ഞുതരാം. ഈ കാണുന്നതാണ് മാക്സ് സിറ്റി 1.3 VXI എന്ന വാഹനം. നമ്മൾ SXI AC വീഡിയോ ചെയ്തായിരുന്നു, അത് മാക്സ് 1.3 SXIയുടെ വീഡിയോ ചെയ്തായിരുന്നു. കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഐ ബട്ടണിൽ കൊടുത്തിരിക്കുക, ഒന്ന് കണ്ടു നോക്കുക. അപ്പം SXI അപേക്ഷിച്ച് VXIക്കകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് അധികം ഉണ്ടെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് പറയുന്നത് മെയിനായിട്ട്. പക്ഷേ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയെല്ലാം സെയിം ആണ്, അതിൻ്റെ ഡയമെൻഷൻസ്, പവർ, ടോർക്ക് കാര്യങ്ങളെല്ലാം സെയിം ആണ്, വരുന്ന മാറ്റങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് സ്പീഡപ്പ് ആയിട്ടായിരിക്കും പറയുന്നത്. അതായത് SXIയെ അപേക്ഷിച്ച് എന്തൊക്കെയുണ്ട് അധികം ഫീച്ചേഴ്സ് എന്നായിരിക്കും നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സിറ്റി 3000 എന്നുള്ളൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ മാക്സ് സിറ്റി SXI എന്ന് പറഞ്ഞ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. രണ്ടും ഐ ബട്ടണിൽ കൊടുത്തിരിക്കും, അത് കയറി കണ്ടു നോക്കുക. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. അതിനകത്ത് എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വരുന്നത് നോക്കാം. നമ്മൾ സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു കോർണറിംഗ് ലാമ്പ് കാണാൻ കഴിയുന്നുണ്ട്. അത് VXI വേരിയൻറ്റിനകത്ത് മാത്രമാണ് ഈ ഒരു കോർണറിംഗ് ലാമ്പ് അവൈലബിൾ ആയിട്ടുള്ളത്. ക്ലിയറൻസ് ആയിട്ടുള്ള ഹെഡ് ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്, അത് കോമൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ മെറ്റൽ ബമ്പറാണ് നൽകിയിട്ടുള്ളത്, അത് എല്ലാ വാഹനങ്ങളിലും കോമൺ ആയിട്ട് വരുന്നതാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫോഗ് ലാമ്പ് ആഡ് ചെയ്യാം, ആക്സസറീസ് ആയിട്ട് ആഡ് ചെയ്യാം. കമ്പനി ഇൻബിൽട്ട് ആയിട്ട് കൊടുക്കുന്നില്ല. പിന്നീടുള്ള മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫ്രണ്ട് ഗ്രില്ലിലെ ക്രോം ഇൻസേർട്സ് ആണ്. നമ്മൾ ഈ VXIക്കകത്ത് മാത്രമേ ഈ ഒരു ക്രോം ഇൻസേർട്സ് വരത്തുള്ളൂ, ബാക്കിയെല്ലാം അതൊരു പെയിൻറ്റഡ് ഗാർണിഷ് ടൈപ്പാണ് വരുന്നത്. അതുപോലെ നമ്മൾ ഇനി ഇവിടെ സൈഡിലേക്ക് മാറുമ്പോൾ സൈഡിലായിട്ട് ഇവിടെ മാക്സ് പിക്കപ്പ് എന്നുള്ള ഒരു ബാഡ്ജിങ് കാണാൻ കഴിയുന്നുണ്ട്. തൊട്ട് ഡോറിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഈ ഒരു പുതിയ ഗ്രാഫിക്സ് കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ VXIക്ക് ഇത് വേറൊരു രീതിയിലുള്ള ഗ്രാഫിക്സ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഒരു AC വണ്ടി ആയതുകൊണ്ടാണ് ഈ ഒരു ഗ്രാഫിക്സ് വരുന്നത്. തൊട്ട് ബാക്കിലായിട്ട് നമുക്ക് സിറ്റി 1.3 എന്നുള്ള ബാഡ്ജിങ് കാണാൻ കഴിയുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള തന്നെ ഒരു ORVM നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം ബാക്കിൽ നിന്നുള്ള വിസിബിലിറ്റി കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് ബാക്കിലോട്ട് വരുമ്പോഴും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ലോഡ് ക്യാരിങ് വെഹിക്കിളിൻ്റെ ഒരു പാർട്ടാണ് ലോഡ് ക്യാരിങ് ഏരിയ. ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലോഡ് ക്യാരിങ് ഏരിയ വരുന്നത്. ഇതിൻ്റെ മൊത്തം നീളം വരുന്നത് പറഞ്ഞാൽ 8.2 അടിയാണ് നീളം വരുന്നത്. അതുപോലെ ഹൈറ്റ് വരുന്ന 1 അടിയാണ് ഹൈറ്റ് വരുന്നത്. വീതി വരുന്നത് 5.5 അടിയാണ് വരുന്നത്. 8.2 അടി നീളം, 5.5 അടി വീതി, 1 അടി പൊക്കം. ഇത്രയാണ് ഇതിൻ്റെ ഡയമെൻഷൻസ് വരുന്നത്. ഇനി നമ്മൾ ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്കിവിടെ ഒരു LED ടെയിൽ ലാമ്പ് കാണാൻ കഴിയും. ഈ ഒരു സി പോർഷനാണ് ഇതിനകത്ത് LED ആയിട്ട് വരുന്നത്. ഇതല്ല, ഇത് ഈ ഒരു സി പോർഷൻ, ഇത് റിഫ്ലക്ടർ പോർഷനാണ് വരുന്നത്. പിന്നെ അകത്ത് 2 ഹാലജൻ ബൾബ്സാണ് നൽകിയിട്ടുള്ളത്, അതായത് ഇൻഡിക്കേറ്ററിനും അതുപോലെ തന്നെ നമുക്ക് റിവേഴ്സിൻ്റെയും ബൾബ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ആകെ ടെയിൽ ലാമ്പിൻ്റെ ഈ ഒരു പോർഷൻ മാത്രമേ LED നൽകിയിട്ടുള്ളൂ. പിന്നെ 2 റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് നൽകിയിട്ടുണ്ട്. അത് ഇങ്ങനത്തുള്ള വാഹനങ്ങൾക്ക് വളരെ ഉപകാരമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബാക്കിലോട്ട് എടുക്കുമ്പോൾ എന്തെങ്കിലും സാധനങ്ങളോ വല്ലതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളെല്ലാം അവിടെ ഒരു ബീപ്പ് സൗണ്ടോടെ നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരുപാട് ലോഡ് പൊക്കി വെച്ചേക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും ബാക്കിലുണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് വരാം. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ടയർ സൈസ് പറയും 195 R15 ഈ ടയറിൻ്റെ സൈസ് വരുന്നത്. അതുപോലെ ബാക്കിൽ 7 പ്ലേറ്റുകളാണ് കമ്പനി ഇൻബിൽട്ട് ആയിട്ട് നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിൽ 6 പ്ലേറ്റുകളാണ് നൽകിയിട്ടുള്ളത്. പിന്നീട് ഇവിടെയാണ് ടാങ്കിൻ്റെ ഓപ്പണിംഗ് വരുന്നത്. ഈ ഒരു വാഹനത്തിന് 45 ലിറ്ററാണ് ടാങ്കിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി നൽകിയിട്ടുള്ളത്. 45 ലിറ്റേഴ്സാണ് ടാങ്ക് കപ്പാസിറ്റി നൽകിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ മൊത്തം നീളം എന്ന് പറയുന്നത് 4800 mm ആണ് മൊത്തം നീളം വരുന്നത്. അതുപോലെ മൊത്തം വീതി എന്ന് പറയുന്നത് 1755 ആണ്. അതുപോലെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 1875 ആണ് ടോട്ടൽ ഹൈറ്റ് വരുന്നത്. നമുക്ക് ഇനി ഇതിനകത്തോട്ട് കയറിയിട്ട് അകത്തോ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ 1.3 VXIയുടെ ഇൻറ്റീരിയർ നോക്കുമ്പോൾ ആദ്യം കാണുന്ന മാറ്റം എന്ന് പറയുന്നത് കോ ഡ്രൈവർക്കും അതുപോലെ ഡ്രൈവർക്കും ഒരു ഹെഡ് റെസ്റ്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ ഡ്രൈവർ സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്, നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർ സീറ്റാണ് നൽകിയിട്ടുള്ളത്. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് കയറുമ്പോൾ വേറെ അധികം മാറ്റങ്ങളൊന്നും ഈ ഒരു വാഹനത്തിനകത്ത് പറയാൻ പറ്റത്തില്ല. SXIക്കുള്ള പോലെ തന്നെയുള്ള വെൻസ് കാര്യങ്ങളെല്ലാം തന്നെയാണ് നൽകിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഡിജിറ്റൽ മീറ്റർ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഫുള്ളി ഡിജിറ്റലായിട്ടുള്ളൊരു മീറ്ററാണ് നൽകിയിട്ടുള്ളത്. നല്ല മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം നോർമലായിട്ട് SXI എങ്ങനെയാണോ വരുന്നത് അതേ രീതി തന്നെയാണ് ബാക്കി ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്. വ്യത്യാസം എന്ന് പറയുന്നത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ്സും ഹെഡ് റെസ്റ്റും നൽകിയിട്ടുണ്ട്. SXIക്കകത്ത് ഈ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ഹെഡ് റെസ്റ്റും ഇല്ല. VXIക്കകത്താണ് ഈ ഹൈറ്റ് അഡ്ജസ്റ്റബിളും അതുപോലെ തന്നെ ഹെഡ് റെസ്റ്റും വരുന്നത്. പിന്നെ ഇതിനകത്ത് ഓൾറെഡി IMAX ടെക്നോളജി നൽകിയിട്ടുണ്ട്, അത് SXIക്കതും ഉണ്ട്. പിന്നെ പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഒരു VXIയും SXIയും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നതെന്ന്. ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ പവർ, അതുപോലെ തന്നെ പേലോഡ്,
ഡെക്കിൻ്റെ സൈസ് എല്ലാം സെയിം ആണ് വരുന്നത്. SXI വെച്ച് നോക്കുമ്പോൾ അതെല്ലാം സെയിം തന്നെയാണ് വരുന്നത്. അതായത് വ്യത്യാസം വരുന്നത് കുറച്ച് ഫീച്ചറിൻ്റെ ആഡ് ഓൺസ് ഈ ഒരു VXIക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് വ്യത്യാസം വരുന്നത്. ഇത് എഞ്ചിൻ എന്ന് പറയുന്നത് 2.5 ലിറ്ററിൻ്റെ ടെർബോ ചാർജ്ഡ് ഡീസൽ എഞ്ചിനാണ് വരുന്നത്. 4 സിലിണ്ടറാണ് എഞ്ചിൻ വരുന്നത്. അതുപോലെ തന്നെ മാക്സിമം പവർ എന്ന് പറയുന്നത് 70 bhp ആണ്. അതുപോലെ മാക്സിമം ടോർക്ക് വരുന്നത് 200 Nm ടോർക്കാണ് വരുന്നത്. പിന്നീട് നമ്മൾ ഈ ഒരു വാഹനം ആ ഒരു വാഹനം തമ്മിലുള്ള വ്യത്യാസമാണ് പറഞ്ഞത്. അതായത് SXI വെച്ച് നോക്കുമ്പോൾ VXIക്ക് അത് എന്തൊക്കെ ആഡ് ഓൺസ് ആണ് വന്നിട്ടുള്ളത്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. നിങ്ങൾ SXIയുടെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് സജസ്റ്റ് ചെയ്യാം, ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ത്. SXIക്ക് ഡീറ്റെയിൽ ആയിട്ട് വണ്ടിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടാൽ രണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസോ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാർച്ചിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഏപ്രിലിൽ ഈ പ്രൈസൊക്കെ ചേഞ്ച് ചെയ്യാൻ പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എക്സിക്യൂട്ടീവ് നമ്പർ കൊടുത്തിരിക്കും. നിങ്ങൾക്ക് അതിനകത്ത് കോൺടാക്ട് ചെയ്യുന്ന അവർ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് ഈ ഒരു വാഹനം റിവ്യൂ ചെയ്യാൻ തന്നിട്ടുള്ള CBC മഹേന്ദ്ര ട്രിവാൻഡ്രം ആണ്. അപ്പോൾ ഓൾ കേരള ഡെലിവറി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. കുഴപ്പങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വണ്ടിയുടെ ഓൺ റോഡ് വിലയോ അല്ലെങ്കിൽ അവൈലബിലിറ്റിയോ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എക്സിക്യൂട്ടീവ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല ചെയ്തിരുന്നത്. ഇതിനൊരു ഫീച്ചർ എന്തൊക്കെയാണ് വരുന്നത്, അത് SXI വെച്ച് നോക്കുമ്പോൾ ഇതിനൊക്കെ എന്തൊക്കെ ആഡിഷൻ വരുന്നുണ്ട്, അതാണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. എന്താ ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മളൊരു ഗിവ് അവേ വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിരിക്കുക, അത് ആദ്യം കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ലാസ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്യാം. അപ്പം നിങ്ങൾ അതൊന്ന് കയറി കണ്ട് അതിനകത്തൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ എടുത്ത് പറയുന്നതാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും വരാം. അതുവരെ ബൈ.